ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡിയോയിൽ സെയിൽ തുടങ്ങിയതറിഞ്ഞിട്ട് ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ വന്നേക്കുവാണ്. കഴിഞ്ഞ ദിവസം ലുലു മോളിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അവിടുത്തെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അവിടെ പോയപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ സെയിലിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നത് കണ്ടു. അപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇവിടെ സ്റ്റുഡിയോയിലൊന്ന് വരണം എന്ന്. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്നേക്കുവാണ്. ലുലു പോയപ്പം ടോപ്പൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനൊരു ജീൻസ് മാത്രമായിരുന്നു അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഇപ്പം 5 ദിവസം ഞങ്ങൾ ഓഫീസിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇവിടെ. നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റുഡിയോയിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടും. നമുക്ക് ഒരു 800 അല്ലെങ്കിൽ 400 അല്ല, എല്ലാ റേഞ്ചിലുള്ള 500 അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സ് ഇവിടെ കിട്ടും. ഓൺലൈൻ കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഒരു കടയാണ് സ്റ്റുഡിയോ. ഇത് കാക്കനാട് ചിറ്റേത്തുകരയിലുള്ള സ്റ്റുഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൃപ്പൂണിത്തുറയുള്ള സ്റ്റുഡിയോ പോയായിരുന്നു. അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആണെന്ന് തോന്നുന്നു. ഓഫറുള്ള ഡ്രസ്സിന് അവിടെ സെയിലെന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ എത്രനാണ് വിൽക്കുന്നത്, ഒറിജിനൽ എമൗണ്ടിൻ്റെ മേളിൽ എത്ര രൂപയ്ക്കാണ് അവർ വിൽക്കുന്നതെന്നുള്ള പ്രൈസ് ടാഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോറൽ ഡ്രസ്സും ടീഷർട്ടും അതുപോലെ ഷർട്ടും വെസ്റ്റേൺ വെയറും അങ്ങനെ എല്ലാ തരം ഡ്രസ്സിനും അവിടെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഷൂസും കിഡ്സ് വെയർ, ജെൻസ് വെയർ എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാം നോക്കുവാണ്. അപ്പം 169 ടീഷർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 149 ടീഷർട്ട്, പിന്നെ ഇതുപോലെ 149 169 ഒക്കെ ടീഷർട്ട് സെയിലിൽ 99 റുപ്പീസിനും ഉണ്ടായിരുന്നു. അത് സെയിലുള്ള ഡ്രസ്സുകളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഒരുപാട് കളക്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് എല്ലാം തീർന്നു പോയെന്ന് തോന്നുന്നു, നല്ല കളേഴ്സൊക്കെ. എന്നാലും ഞാനൊരു 2-3 ടീഷർട്ട് എടുത്തു. 99 രൂപയാണ് ഇതിനെല്ലാം. അധികം കളർ സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം 99 രൂപയ്ക്കായിരുന്നു. അതുപോലെ പാൻറ് നോക്കിയിട്ട് ജീൻസിൻ്റെ ഉണ്ടായിരുന്നു, അല്ലാതെ ഞാൻ നോക്കിയ ടൈപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അവിടെ 299-നും അതുപോലെ 999-യും ഒക്കെ പലതരത്തിലുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ റിച്ചുവിന് 3 ടീഷർട്ട് എടുത്തു. പാൻറ്റൊന്നും കിട്ടിയില്ല. റിച്ചുവിന് വേണ്ടി ഞാനൊരു ഹൂഡി ഡ്രസ്സും കൂടെ കണ്ടായിരുന്നു, പക്ഷേ അത് ചെറുതായിപ്പോയി. 3 to 4-ൻ്റെ ഉള്ളായിരുന്നു, 4 to 5-ൻ്റെ ഇല്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ എല്ലാം നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ കിഡ്സ് സെക്ഷൻ ഫുള്ള് കവർ ചെയ്തു. ഇനിയിപ്പം ഹസ്ബൻഡിന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും എടുത്തിട്ട് പോയെന്ന് തോന്നുന്നു. കുറേ സ്ഥലത്ത് വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ഇവിടുത്തെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ അധികം പോകത്തില്ല, കാരണം എൻ്റെ സൈസിനുള്ള ചെരുപ്പ് എനിക്കിവിടെ കിട്ടാറില്ല. നല്ല അടിപൊളി ചെരുപ്പുകൾ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട്, പക്ഷേ എൻ്റെ കാലിൻ്റെ സൈസിനുള്ള ചെരുപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നിപ്പോൾ ഞാനിപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും ഷർട്ടോ ടീഷർട്ടോ ഒക്കെ നോക്കുകയാണ്. പിന്നെ അവിടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല. അപ്പം ഞാൻ പിന്നെയും എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ നോക്കുവാണ്. ഫ്ലോറൽ ടൈപ്പിൻ്റെ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ്. പിന്നെ ആ സമയത്ത് തന്നെ അവിടെ കുറേ 199-ൻ്റെയും അതുപോലെ 499-ൻ്റെയും ഒക്കെ കുറേ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് 599 ടീഷർട്ടാണ്. ഇതിനൊന്നും സെയിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചെരുപ്പിനൊക്കെ 299 ആ റേഞ്ചിലൊക്കെ നല്ല കുറേ ചെരുപ്പുകളുണ്ടായിരുന്നു. ചെരുപ്പിന് നല്ല ഭംഗിയുള്ള കളക്ഷനും ഉണ്ട്. സ്റ്റുഡിയോയിൽ എപ്പം വന്നു കഴിഞ്ഞാലും ഒന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ചെരുപ്പുകളുണ്ട്. കുറച്ചുകൂടെ വലിയ സൈസ് ഉള്ളവർക്കും കൂടെ അവിടെ വെക്കേണ്ടതായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ എല്ലാം ഒരു റൗണ്ടും കൂടെ നോക്കിയിട്ട് ഞാൻ ഒരു ടോപ്പ് എടുത്തു, ഒരു ബ്ലൂ കളർ ടോപ്പ് എടുത്തു. പിന്നെ ബില്ല് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നും കൂടെ നോക്കുവാണ്, വേറെ എന്തെങ്കിലും നമ്മൾ കണ്ണിൽപ്പെടാതെ ഏതെങ്കിലും നല്ലത് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ. അപ്പോൾ ഒന്നും കൂടെ ലാസ്റ്റ് റൗണ്ട് ഓഫ് നോട്ടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൊച്ചും വന്നു. അവൻ വന്നിട്ട് മേക്കപ്പ് സെഷനിലോട്ടാണ്, അവിടെ നെയിൽ പോളിഷും അതെല്ലാം നോക്കുവാണ്. അപ്പോൾ ഇവിടെ ഇതിനെല്ലാം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നതുണ്ട്. നമ്മുടെ കൺമഷി, നെയിൽ പോളിഷ്, മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാത്തിനും 99 ആ ഒരു റേഞ്ചിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയതാണ്. നല്ല അടിപൊളി നെയിൽ പോളിഷുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ ഞാൻ വേറൊന്നും വാങ്ങിച്ചില്ല. ഞാൻ കൊച്ചിന് വേണ്ടി ആ ഒരു 3 ടീഷർട്ടും പിന്നെ എനിക്കുള്ള ഒരു ബ്ലൂ കളർ ഫ്ലോറൽ ടോപ്പുമാണ് വാങ്ങിയത്. പിന്നെ ഞാൻ അതൊന്ന് ട്രയൽ ചെയ്തിട്ട് കുഴപ്പമില്ലയെന്ന് കണ്ടിട്ട് ഞാൻ ഇത് പിന്നെ ബില്ല് ചെയ്യാൻ വന്നു. അങ്ങനെ ബില്ല് ചെയ്തു. ആ ബില്ലിങ് സെഷൻ്റെ അവിടെ അവർ ഇതുപോലെ കുറേ തലയിലിടുന്ന ക്ലിപ്പുകളും ഇതുപോലത്തുള്ള കുറേ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.